പ്രിയപ്പെട്ടവരെ, ഫോഴ്സിൻ്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് സ്വാഗതം. ഹിമാലയം കണക്ക് കടബാധ്യതയുമായി ആത്മഹത്യയ്ക്കും ജീവിതത്തിനുമിടയിലെ നേർത്ത ഒരു ചരലിൽ തൂങ്ങിക്കിടക്കുന്ന ജീവിതാവസ്ഥയിൽ നിന്ന് ആത്മവിശ്വാസത്തിൻ്റെയും പ്രായോഗിക ബുദ്ധിയുടെയും കച്ചിത്തുമ്പിൽ പിടിച്ച് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തെയും അതിനെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികളെയും പ്രതിസന്ധികളുടെ കരകാണ കടലിലൂടെ പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും തീരത്തേക്ക് നയിച്ച അസാമാന്യ പെൺകരുത്തിൻ്റെ ഒരു ആൾരൂപമുണ്ട് ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ. തൻ്റെ ഇടത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും മാത്രം പിൻബലത്തിൽ ഭീമമായ കടബാധ്യതയുടെയും അടച്ചുപൂട്ടലിൻ്റെയും അവസ്ഥയിൽ ആശ്രയിക്കാനും പ്രതീക്ഷിക്കാനും യാതൊന്നുമില്ലാതിരുന്നിട്ടും ഒരു പുത്തൻ ഉണർവും അതിലേറെ ആവേശവും ഒപ്പം പോരാടാനുള്ള മനസ്സും തൊഴിലാളികൾക്ക് സമ്മാനിച്ചുകൊണ്ട് നഷ്ടങ്ങളുടെ പടുകുഴിയിൽ നിന്ന് ആ സ്ത്രീ ജന്മം രക്ഷിച്ചെടുത്ത ബിസിനസ് സാമ്രാജ്യം ലോകമെങ്ങും അറിയുന്ന വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾക്ക് സ്വീകാര്യമായ കഫേ കോഫി ഡേ എന്ന കോഫി ബ്രാൻഡിൻ്റെ തകർച്ചയിൽ നിന്നും വിജയത്തിലേക്ക് നയിച്ച മാളവിക ഹെഗ്ഡെയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്ഥാപകനും സിഇഒയുമായിരുന്ന VG സിദ്ധാർത്ഥ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ വളർച്ചയായിരുന്നു കഫേ കോഫി ഡേക്ക്. കാപ്പി കുടിയന്മാരുടെ ഇടയിലെ ഇഷ്ട ബ്രാൻഡായി മാറാനും അധികം സമയം വേണ്ടി വന്നില്ല. 2 പതിറ്റാണ്ടുകൾ കൊണ്ട് ഒരേയൊരു ഔട്ട്ലെറ്റിൽ നിന്ന് 36,000 ഔട്ട്ലെറ്റുകളായി വളരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കും അതിൻ്റെ വളർച്ചയുടെ വേഗതയും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും. ബാംഗ്ലൂരിലെ ബ്രിഗേഡ് റോഡിൽ 1996 ഇതിൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് തുറക്കുന്നത്. പിന്നീട് കാണുന്നത് അതിൻ്റെ അസൂയാവഹമായ വളർച്ചയായിരുന്നു, അതുപോലെ തന്നെ തകർച്ചയും. 2019 കോവിഡിന് തൊട്ട് മുൻപ് VG സിദ്ധാർത്ഥ കർണാടകയിലെ മാംഗ്ലൂരിനടുത്ത് നേത്രാവതി നദിയിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ CCD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കഫേ കോഫി ഡേയുടെ സാമ്പത്തിക ബാധ്യത 7,000 കോടി രൂപയായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഭർത്താവിൻ്റെ വിയോഗത്തെ തുടർന്ന് പ്രതീക്ഷിക്കാൻ ഒരു തരി പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് മാളവിക ഹെഗ്ഡെ ഈ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെയും അത് വരുത്തി വച്ചിരുന്ന വലിയ കടബാധ്യതയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിർബന്ധിതയാകുന്നത്. ആരായിരുന്നു മാളവിക ഹെഗ്ഡെ? മുൻ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ പുത്രിയായ മാളവിക 1969 ബാംഗ്ലൂരിൽ ജനിച്ചു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മാളവിക 1991 VG സിദ്ധാർത്ഥയെ വിവാഹം കഴിച്ചു. കുടുംബകാര്യങ്ങളും മക്കളായിരുന്ന അമർത്യ ഹെഗ്ഡെ, ഇഷാൻ ഹെഗ്ഡെ എന്നിവരുടെയും ഭർത്താവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന മാളവിക അപ്രതീക്ഷിതമായിട്ടാണ് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത്. കഫേ കോഫി ഡേയുടെ മാതൃസ്ഥാപനമായ കോഫി ഡേ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് അഥവാ CDELൻ്റെ നോൺ ബോർഡ് മെമ്പർ എന്ന ആലങ്കാരിക പദവി അവർ വഹിച്ചിരുന്നുവെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ മാളവികയ്ക്ക് കാര്യമായി ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ മരണത്തോടു കൂടിയാണ് അപ്രതീക്ഷിതമായി മാളവിക ഇതിൻ്റെ തലപ്പത്ത് വരാൻ ഇടവന്നത്. തികച്ചും ആകസ്മികമായ ഭർത്താവിൻ്റെ മരണം അവരിലുണ്ടാക്കിയ ആഘാതം ചെറുതല്ലായിരുന്നു. അതിനേക്കാൾ വലിയ പ്രതിസന്ധിയായിരുന്നു താൻ ഏറ്റെടുക്കേണ്ടി വരുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക കടബാധ്യത. കർണാടക മുൻ മുഖ്യമന്ത്രിയുടെ മകളായിരുന്നുവെങ്കിലും ബിസിനസ് രംഗത്ത് ഒരു തയ്യാറെടുപ്പും മുൻ പരിചയമില്ലാതെയാണ് മാളവിക ഈ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നത്. എന്നാൽ അവരുടെ നേതൃത്വത്തിൽ കമ്പനി നടത്തിയതാകട്ടെ വളരെ വലിയ ഉയർത്തെഴുന്നേൽപ്പും മുന്നേറ്റവുമായിരുന്നു. 1919 7,000 കോടി രൂപ കടബാധ്യതയുണ്ടായിരുന്ന CDEL 2021 ആകുമ്പോഴേക്കും അതിൻ്റെ കടം 1,731 കോടി രൂപയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞു. ലോക്ക്ഡൗൺ സമയത്തും CCD സാമാന്യം നല്ല വളർച്ച കൈവരിച്ചു എന്നതാണ് സത്യം. കമ്പനിയുടെ ആഗോള പ്രതിച്ഛായ നിലനിർത്തുന്നതിനും പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും മാളവിക വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. മാളവിക എന്ന കുടുംബിനി താൻ നേരിട്ട ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും കഫേ കോഫി ഡേയെ എങ്ങനെയാണ് കരകയറ്റിയതെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 1. പ്രതിസന്ധിയിൽ നിന്നും ഒളിച്ചോട്ടം നടത്തിയില്ല. തനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ സാമ്പത്തിക ബാധ്യത ആണെന്ന് അറിഞ്ഞിട്ടും
ആ സാഹചര്യത്തിൽ നിന്ന് അവരുടെ ഭർത്താവിനെ പോലെ ഭയപ്പെട്ട് ഒരു ഒളിച്ചോട്ടം നടത്തിയില്ല. മറിച്ച് പോരാടാനുള്ള ധൈര്യവും തൻ്റെ ഇടവും സ്വായത്തമാക്കുകയും അതിനുവേണ്ടി മനസ്സിനെ രൂപപ്പെടുത്തുകയും ചെയ്തു. 2. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. ഏതൊരു പോരാട്ടത്തിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. അസാമാന്യ ധൈര്യവും ആത്മവിശ്വാസവും മാളവിക പ്രകടിപ്പിച്ചു എന്നതിലാണ് അവരുടെ വിജയരഹസ്യം അടങ്ങിയിരിക്കുന്നത്. 3. ടീം അംഗങ്ങളെ വിശ്വാസത്തിലെടുത്തു. മാളവിക തൻ്റെ ടീം അംഗങ്ങളെയും ജോലിക്കാരെയും വിശ്വാസത്തിലെടുക്കുകയും പ്രശ്ന പരിഹാരത്തിന് അവരുടെ കഴിവുകളെ കൂടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം ഭാര്യയുടെ കഴിവുകളെപ്പോലും കണ്ടെത്താനോ ഉപയോഗപ്പെടുത്താനോ കഴിഞ്ഞില്ല എന്നതായിരുന്നു VG സിദ്ധാർത്ഥയുടെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ജീവിതത്തിൽ നമ്മുടെ അറിവും സമ്മതവും ഇല്ലാതെ അനുദിനം എന്നോണം ചെറുതും വലുതുമായ നിരവധി പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, മറിച്ച് അവയെ ഫേസ് ചെയ്യാൻ തന്നെ തയ്യാറാകണം. ആത്മവിശ്വാസവും ധൈര്യവും കൈവിടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമുക്ക് തനിയെ ചെയ്യാൻ കഴിയാത്ത ജോലികളിൽ നമ്മെ സഹായിക്കാനും അവ പൂർത്തിയാക്കാനും ദൈവം ഒരുക്കി നിർത്തിയിട്ടുള്ള വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. അവരെ കണ്ടെത്താൻ പരിശ്രമിക്കുക, അവരെ വിശ്വസിക്കുക, അവർക്ക് സാധ്യമായ ടാസ്കുകൾ കൊടുക്കുക. ചെയ്തു തീർക്കേണ്ട ജോലിയിലും ഒപ്പം അതിൻ്റെ പിരിമുറുക്കങ്ങളിലും അവരെ കൂടി പങ്കാളികളാക്കുക. സുനിശ്ചിതമായും വിജയം നമ്മെ തേടി വരും. എന്നെ ശ്രവിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി.